സംസ്ഥാനത്ത് അതീവ ഗുരുതരമായ മഴക്കെടുതി കാരണമുള്ള പ്രതിസന്ധിയാണ് ഈ അടുത്ത ദിവസങ്ങളിലുണ്ടായത്. ഇവിടെ തന്നെ കണ്ണൂർ ജില്ലയിലെടുത്താൽ 3 പേർക്ക് ജീവൻ നഷ്ടപ്പെടുന്ന അവസ്ഥ ഉണ്ടായിട്ടുണ്ട്. സംസ്ഥാനത്താകെ 26 പേർ മരണപ്പെടുന്ന നിലയുണ്ട്. എല്ലാവരുടെയും വിയോഗത്തിൽ അഗാധമായ ദുഃഖം രേഖപ്പെടുത്തുകയും ആദരാഞ്ജലി അർപ്പിക്കുകയും ചെയ്തു. ദുരിതാശ്വാസ ക്യാമ്പുകളിൽ കഴിയുന്നവരുണ്ട്. അവരുടെ ദുഃഖത്തിലും ആശങ്കയിലും പൂർണ്ണമായും പങ്കുചെയ്തു. ദുരിതമുഖത്ത് പകച്ചു നിൽക്കുന്ന ജനങ്ങളെയാണ് കാണാൻ സാധിക്കുക. ആ ജനങ്ങളെ ചേർത്ത് പിടിക്കാൻ കേരളമാകെ ഒറ്റക്കെട്ടായി നിൽക്കേണ്ട സമയമാണ്. സർക്കാരിൻ്റെ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്ക് പ്രതിപക്ഷത്തിൻ്റെ പൂർണ്ണ പിന്തുണ ഉണ്ടാകും. നേരത്തെ തന്നെ അത് വ്യക്തമാക്കിയതാണ്. എന്നാൽ അതേസമയം സുരക്ഷ ഉറപ്പാക്കുന്നതിൽ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്ന വീഴ്ചകൾ ചൂണ്ടിക്കാണിക്കാതിരിക്കാൻ കഴിയില്ല. ഇവിടെ കണ്ണൂർ ജില്ലയിലെ ചെറുപുഴ, പേരാവൂർ മേഖലകളിൽ വലിയ നാശനഷ്ടമാണ് ഉണ്ടായത്. ചെറുപുഴയിലെ ജോസ്ഗിരിയിൽ ഉരുൾപൊട്ടിയുണ്ടായ റോഡ് തടസ്സം ഒരാഴ്ച വരെയായിട്ടും നീക്കാൻ കഴിഞ്ഞില്ല എന്നത് കടുത്ത അനാസ്ഥ തന്നെയാണ്. പുഴയിൽ കാണാത്തവരെ കണ്ടെത്തുന്നതിനും കാലതാമസം നേരിടുകയുണ്ട്. നമ്മൾ നൂറ്റാണ്ടിലെ മഹാപ്രളയായിരുന്നു 2018 നേരിട്ടു. ഏകദേശം അതിന് സമാനമായ കാലവർഷക്കെടുതിയാണ് 2019 നമുക്ക് നേരിടേണ്ടി വന്നിരുന്നത്. ഇപ്പോൾ കാലാവസ്ഥാ മുന്നറിയിപ്പുകൾ വിലയിരുത്തുന്ന കാര്യത്തിൽ ആവശ്യമായ മുൻകരുതലുകൾ എടുക്കുന്നതിലും ഭരണ സംവിധാനങ്ങൾക്ക് വേണ്ടത്ര ജാഗ്രതയുണ്ടായില്ല എന്ന വിമർശനം ഉയർന്നിട്ടുണ്ട്. അത് പരിശോധിക്കപ്പെടേണ്ട കാര്യമാണ്. ഇപ്പോഴത്തെ കെടുതികൾക്ക് കാരണമായ ജൂലൈ 31 അതിതീവ്ര മഴ അത് ആരംഭിച്ച ഘട്ടത്തിൽ ആവശ്യമായ മുന്നറിയിപ്പോ മുൻകരുതലുകളോ ഉണ്ടായില്ല എന്ന പ്രത്യേകതയുണ്ട്. വയനാട് തുരങ്കപാത നിർമ്മാണ മേഖലയിലുണ്ടായ ദുരന്തം ഇത്തരമൊരു അനാസ്ഥയുടെ മറ്റൊരു ഉദാഹരണമാണ്. അതിതീവ്ര മഴ പ്രഖ്യാപിച്ചിട്ടും ചട്ടപ്രകാരം റെഡ് അലർട്ട് സമയബന്ധിതമായി പ്രഖ്യാപിച്ചില്ല. മഴ നല്ല നിലക്ക് ആരംഭിച്ച് കഴിഞ്ഞതിന് ശേഷമാണ് അലർട്ടുകൾ വന്നത്. അതേപോലെ തന്നെ മണ്ണിടിച്ചൽ ഉണ്ടാകുമെന്ന മുന്നറിയിപ്പുകൾ ലഭിച്ചിട്ടും ആവശ്യമായ മുൻകരുതലുകൾ സ്വീകരിക്കാതെ ഇവിടെ കേരളത്തിൻ്റെ ഒരു വലിയ
നൊമ്പരമായി മാറിയതാണ് രാജേഷിൻ്റെ വിയോഗം. എല്ലാവരെയും കണ്ണീരിലാഴ്ത്തിയ സംഭവമാണ്. പ്രളയത്തിലകപ്പെട്ട സഹജീവിയെ രക്ഷിക്കുന്നതിനിടെയാണ് ആ ചെറുപ്പക്കാരൻ്റെ ജീവൻ നഷ്ടപ്പെടുന്നത്. രക്ഷാപ്രവർത്തകൻ കൂടിയായിരുന്നു രാജേഷ്. അദ്ദേഹത്തിൻ്റെ മൃതദേഹം 4 ദിവസങ്ങൾക്ക് ശേഷമാണ് കണ്ടെത്താനായത്. അത്തരം ഒരവസ്ഥയിലുള്ള മൃതദേഹം തിരുവനന്തപുരത്തേക്ക് കൊണ്ടുപോകുമ്പോൾ അതിന് ഒരു ഫ്രീസർ ആംബുലൻസ് പോലും ഒരുക്കാൻ കഴിയും. വളരെ ആശ്ചര്യകരമായൊരു സംഭവമാണ്. ഇവിടുന്ന് പുറപ്പെട്ട് മാധ്യമങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്തു. സ്വാഭാവികമായും ദിവസങ്ങൾ കഴിഞ്ഞതുകൊണ്ടുള്ള ദുർഗന്ധമൊക്കെ വരുന്ന അവസ്ഥ. അങ്ങനെയൊക്കെ ഒരു അവസ്ഥയിലാണ് ചാവക്കാട് വെച്ച് ഫ്രീസർ ഏർപ്പെടുത്തുന്നത്. അപ്പോൾ ഇതൊരു വീഴ്ച മാത്രമല്ല, വലിയൊരു അനാദരവായിട്ട് തന്നെ കാണേണ്ട കാര്യം. മറ്റൊരാൾക്ക് വേണ്ടി, മറ്റുള്ളവരെ രക്ഷിക്കുന്നതിന് വേണ്ടി ഉള്ള ശ്രമത്തിൽ ജീവൻ നഷ്ടപ്പെട്ട പ്രവർത്തകൻ ദുരന്തമുഖത്ത് സ്വയം സന്നദ്ധനായി വന്ന് കാര്യങ്ങൾ നിർവഹിക്കുന്നയാൾ. അദ്ദേഹത്തോട് കാണിക്കേണ്ട ആദരവ് ഉണ്ടായില്ല എന്ന് മാത്രമല്ല, വലിയ തോതിലുള്ള അനാദരവാണ് ഫലത്തിൽ കാണിച്ചത്. ജൂലൈ 31 അതിതീവ്ര മഴ ആരംഭിച്ചപ്പോൾ ആ ഒറ്റ രാത്രി കൊണ്ട് റാന്നിയിൽ വൻ വെള്ളപ്പൊക്കമാണ് ഉണ്ടായത്. വലിയ നാശനഷ്ടം അവിടെ ഉണ്ടാവുകയും ചെയ്തു. ഇതേ സമയം മൂഴിയാർ ഡാം മുന്നറിയിപ്പില്ലാതെ തുറന്നുവിട്ടു. അതും ഇതിന് കാരണമായി. അവിടുത്തെ വ്യാപാരികൾക്ക്, നാട്ടുകാർക്ക് വലിയ തോതിലുള്ള നഷ്ടമാണ് ഉണ്ടായി. ഓണക്കാലമായതുകൊണ്ട് വ്യാപാരികളൊക്കെ സ്വാഭാവികമായും സാധാരണയിൽ കൂടുതൽ സാധനങ്ങൾ സ്റ്റോക്ക് ചെയ്യുന്ന സമയം വൻപിച്ച നാശനഷ്ടമാണ് അവിടെ ഉണ്ടായത്. ഇതിനാവശ്യമായ നഷ്ടപരിഹാരം അടിയന്തരമായി നൽകുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കേണ്ടതായിരുന്നു. വിവിധ ജില്ലകളിലെ സ്ഥിതി ഗുരുതരമായി തന്നെ തുടരുകയാണ്. ആലപ്പുഴ, പത്തനംതിട്ട, ഇടുക്കി, കോട്ടയം ജില്ലകളിൽ പ്രളയസ്ഥിതിയാണ്